ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വാദങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ സുപ്രീം കോടതി ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ എവിടെ നിന്നാണ് പൈസ വാങ്ങുന്നത്, ആരൊക്കെ വാങ്ങി, ആർക്കൊക്കെ കൊടുത്തു, എത്രയാണ്, കണക്കുകൾ സംബന്ധിച്ച കൃത്യമായ വിവരം ഇലക്ഷൻ കമ്മീഷൻ പോലും നൽകാതിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഒരു അർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ കൂടി ഒരു വലിയ താക്കീത് സുപ്രീം കോടതി നൽകുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ വിധിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് മോദി സർക്കാർ തുടർന്ന് വന്ന ഭരണഘടനാ വിരുദ്ധം ജനവിരുദ്ധമായ നടപടികൾ. വളരെ കൃത്യമായി പറഞ്ഞാൽ മോദി സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ പലരിൽ നിന്നും പണം വാങ്ങും, ഞങ്ങൾ പലതും ചെയ്യും, അത് നിങ്ങൾ അറിയേണ്ടതില്ല, നിങ്ങൾ എന്ന് പറയുന്ന ഈ രാജ്യത്തെ 140 കോടി ജനങ്ങൾ അറിയേണ്ടതില്ല, ഞങ്ങൾ കോർപ്പറേറ്റുകളിൽ നിന്ന് പണങ്ങൾ വാങ്ങും, അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതിനേറ്റ തിരിച്ചടി എന്ന് തന്നെയാണ് ഇതിൽ പറയേണ്ടത്. വിഷ്ണു തലവൂർ ഈ കേസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ഉത്തരവിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുകയാണ്. വിഷ്ണു, എന്താണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്? കോടതി നേരത്തെ പറഞ്ഞതിൽ ചില കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ടായിരുന്നു. നിലവിൽ കോടതി പറഞ്ഞിരിക്കുന്നത് SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇലക്ട്രൽ ബോണ്ട് പുറത്തിറക്കി. SBI ഇത് സംബന്ധിച്ച് ആരൊക്കെയാണ് ഈ ബോണ്ട് ആരൊക്കെയാണ് ബോണ്ട് വാങ്ങിയത്, ആരൊക്കെയാണ് ഇത് എൻകാഷ് ചെയ്തത് എന്ന കാര്യത്തിൽ കൃത്യമായ കണക്ക് നൽകണം. മാത്രമല്ല 3 പാർട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. ഒന്ന്, ഈ ഇലക്ഷൻ കമ്മീഷൻ ഇത് സംബന്ധിച്ച കണക്കുകൾ ഇനിയെങ്കിലും പുറത്തുവിടണമെന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് വലിയ താക്കീത് സുപ്രീം കോടതി കൊടുക്കുകയും ചെയ്തിരുന്നു. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച മറ്റ് കാര്യങ്ങൾ കോടതി പറഞ്ഞത്, നൽകിയ താക്കീതുകൾ? സിജു, തീർച്ചയായിട്ടും സുപ്രീം കോടതി ഈ ഇലക്ട്രൽ ബോണ്ട് അസാധുവാക്കിക്കൊണ്ട് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഇനി ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് നിർത്തണം എന്നതാണ്. അത് അടിയന്തരമായി തന്നെ നിർത്താനായിട്ടുള്ള നിർദ്ദേശം സുപ്രീം കോടതി നൽകിക്കഴിഞ്ഞു. ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ 30ാം ഘട്ടം കഴിഞ്ഞ മാസമാണ്, ജനുവരിയിൽ 2 മുതൽ 11 വരെയായിരുന്നു നടന്നത്. അന്ന് ഏകദേശം 570 കോടി രൂപയുടെ ബോണ്ടുകളാണ് വിറ്റുപോയത്. അതോടൊപ്പം തന്നെ ഈ മാസം അവസാനത്തോടുകൂടി 31ാം ഘട്ടം ആരംഭിക്കാനിരുന്നതാണ്. പക്ഷേ ഇനി ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടുകൾ നൽകേണ്ടതില്ല, അത് അടിയന്തരമായി തന്നെ നിർത്തലാക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് 2019 മുതലുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്ന SBIക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഈ ഒരു വാദം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ നിന്ന് വലിയ തോതിൽ ഒരു വിമർശനം കേട്ടിരുന്നു. അന്ന് ഈ കണക്കുകൾ ചോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇല്ലായിരുന്നു. ആരൊക്കെയാണ് ഇത്തരത്തിൽ ഈ ബോണ്ടുകൾ വാങ്ങിയത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് പണം നൽകിയത് എന്നതിൻ്റെ യാതൊരു കണക്കും അന്ന് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിരുന്നില്ല. ആ സാഹചര്യത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിമർശനം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഉത്തരവ് വരുമ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ്, അത് അസാധുവാക്കുന്നു എന്ന ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ തന്നെ കോടതി കൃത്യമായി നിർദ്ദേശം നൽകുന്നത് 2019 മുതലുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് SBI കൈമാറണം എന്നതാണ്.